ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എല്ലോറ ഗുഹകൾ CE 6-ാം നൂറ്റാണ്ട് മുതലുള്ള ലിഖിതങ്ങളുള്ള ഒരു പാറകളിൽ കൊത്തിയെടുത്ത ബഹുമത ഗുഹാസമുച്ചയമാണ്. വെറുൾ ഗുഹകൾ എന്നും ഇവ അറിയപ്പെടുന്നു. എല്ലോറ ഗുഹകൾ ഛത്രപതി സംഭാജി നഗർ, അതായത് ഔറംഗാബാദ് നഗരത്തിന് വടക്ക് പടിഞ്ഞാറ് 29 കിലോമീറ്റർ അകലെയും മുംബൈയിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ കിഴക്ക് വടക്ക് കിഴക്കായും സ്ഥിതി ചെയ്യുന്നു. പൂനെയിൽ നിന്ന് ഏകദേശം 235 കിലോമീറ്ററും അജന്ത ഗുഹകളിൽ നിന്ന് 100 കിലോമീറ്റർ പടിഞ്ഞാറും ഗ്രീഷ്ണേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ നിന്ന് 2.3 കിലോമീറ്ററും അകലെയാണ് ഇത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണ് അവ. ഈ സൈറ്റിൽ 100-ലധികം ഗുഹകളുണ്ട്. എല്ലാം ചരണന്ത്രി കുന്നുകളിലെ ബസാൾട്ട് പാറകളിൽ നിന്ന് കുഴിച്ചെടുത്തതാണ്. അവയിൽ 34 എണ്ണം പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ഇതിൽ 17 ഹിന്ദു ഗുഹകൾ 13 മുതൽ 29 വരെ, 12 ബുദ്ധമത ഗുഹകൾ 1 മുതൽ 12 വരെ, 5 ജൈന ഗുഹകൾ 30 മുതൽ 34 വരെ എന്നിവ ഉൾപ്പെടുന്നു. ഓരോ ഗ്രൂപ്പും 1-ാം സഹസ്രാബ്ദത്തിൽ പ്രബലമായ ദേവതകളെയും പുരാണങ്ങളെയും അതുപോലെ ഓരോ മതത്തിൻ്റെയും ആശ്രമങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. പുരാതന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മതസൗഹാർദ്ദത്തെ ചിത്രീകരിക്കുന്ന അവ പരസ്പരം അടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. പുരാതന ഇന്ത്യയുടെ അസാധാരണമായ വാസ്തുവിദ്യ കാരണം എല്ലോറ ഗുഹകൾ 1983 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലോറയെ വെരുൾ അല്ലെങ്കിൽ എലൂറ എന്നും വിളിക്കുന്നു. എല്ലൂർപുരം എന്ന പുരാതന നാമത്തിൻ്റെ ഹ്രസ്വരൂപമാണ്. അഗസ്ത്യമുനിയെ പരാജയപ്പെടുത്തിയ ഈ പ്രദേശം ഭരിച്ചിരുന്ന അസുരനായ ഇൽവലയുടെ പേരിലുള്ള ഇൽവലപുരത്ത് നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്നും കരുതപ്പെടുന്നു. എല്ലോറ പശ്ചിമഘട്ടത്തിലെ താരതമ്യേന പരന്ന പാറകൾ നിറഞ്ഞ പ്രദേശമാണ്. അവിടെ പുരാതന അഗ്നിപർവ്വത പൊട്ടിത്തെറികൾ ഡക്കാൻ ട്രാപ്സ് എന്നറിയപ്പെടുന്ന ബഹുതല ബസാൾട്ട് രൂപങ്ങൾ സൃഷ്ടിച്ചു. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിലാണ് എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറ് അഭിമുഖമായുള്ള പാറക്കെട്ടിന് കാരണമായ അഗ്നിപർവ്വത പൊട്ടിത്തെറികൾ ഉണ്ടായത്. തൽഫലമായി ഉണ്ടാകുന്ന ലംബമുഖങ്ങൾ ശിലാരൂപങ്ങളുടെ പല പാളികളിലേക്കും പ്രവേശനം എളുപ്പമാക്കി കൂടുതൽ വിശദമായ ശില്പ നിർമ്മാണത്തിനായി മികച്ച തരികളുള്ള ബസാൾട്ട് തിരഞ്ഞെടുക്കുവാൻ വാസ്തുശില്പികളെ പ്രാപ്തരാക്കുന്നു. ബുദ്ധ, ഹിന്ദു, ജൈന ഗുഹകൾ തമ്മിലുള്ള ഇടകലർന്ന ശൈലികൾ അവയുടെ നിർമ്മാണത്തിൻ്റെ കാലഗണനയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണം ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാക്കി. ഗറി ഹോക്ക്ഫീൽഡ് മലന്ത്രയും മറ്റ് പണ്ഡിതന്മാരും എല്ലോറ ഗുഹകൾക്ക് 3 പ്രധാന നിർമ്മാണ കാലഘട്ടങ്ങളുണ്ടെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ആദ്യകാല ഹിന്ദു കാലഘട്ടം 550 മുതൽ 600 വരെ CE, ഒരു ബുദ്ധമത ഘട്ടം 600 മുതൽ 730 CE വരെ, പിന്നീടുള്ള ഹിന്ദു ജൈന ഘട്ടം 730 മുതൽ 950 CE വരെ. ആദ്യകാല ഗുഹകൾ ത്രൈകൂടക വകതക രാജവംശങ്ങളുടെ കാലത്ത് നിർമ്മിച്ചതാകാം. എന്നിരുന്നാലും ഗുഹ 29 ഹിന്ദുക്കളുടെ പോലെയുള്ള ആദ്യകാല ഗുഹകളിൽ ചിലത് ശിവപ്രചോദിതമായ കലചൂരി രാജവംശം നിർമ്മിച്ചതാണെന്നും ബുദ്ധ ഗുഹകൾ നിർമ്മിച്ചത് ചാലൂക്യ രാജവംശമാണെന്നും കരുതപ്പെടുന്നു. പിന്നീടുള്ള ഹിന്ദു ഗുഹകളും ആദ്യകാല ജൈന ഗുഹകളും രാഷ്ട്രകൂട രാജവംശം നിർമ്മിച്ചതാണ്. അവസാനത്തെ ജൈന ഗുഹകൾ നിർമ്മിച്ചത് യാദവ രാജവംശമാണ്. എല്ലോറ ഗുഹകൾ സന്ദർശിക്കുമ്പോൾ അവ നന്നായി മനസ്സിലാക്കാൻ ഒരു ഗൈഡിൻ്റെ സഹായം തേടുന്നത് നല്ലതാണ്. സർക്കാർ, സ്വകാര്യ ഗൈഡുകൾ നാമമാത്രമായ നിരക്കിൽ ലഭ്യമാണ്. ഏകദേശം 2-3 മണിക്കൂർ എടുക്കും ഗുഹകളുടെ പൂർണ്ണമായ കാഴ്ച കാണാൻ. സൈറ്റ് രാവിലെ 8 മണിക്ക് തുറക്കുന്നു. ചൂട് ഒഴിവാക്കാൻ കഴിയുന്നത്ര നേരത്തെ ആരംഭിക്കുന്നതാണ് നല്ലത്. വെള്ളമോ ലഘു ഭക്ഷണ സാധനങ്ങളോ കൂടെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. വരൂ, ഞാൻ നിങ്ങളെ 1 മുതൽ 34 വരെയുള്ള ഗുഹകളിലൂടെ കൊണ്ടുപോകാം. എന്നാൽ 17 മുതൽ 28 വരെയുള്ള ചില ഗുഹകൾ ഇപ്പോൾ സന്ദർശനത്തിനായി തുറന്നിട്ടില്ല. എല്ലോറ ഗുഹകളുടെ 1-ാമത്തെ വീഡിയോ സീരീസുമായി നമുക്ക് അടുത്തയാഴ്ച കണ്ടുമുട്ടാം. നമസ്കാരം.